കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന നമ്മളുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അപ്പുറത്തേക്ക് ഒരു രാജ്യം ബംഗ്ലാദേശിനെ സഹായിക്കാനായി രംഗത്തെത്തുന്നു. അതൊരു നാറ്റോ രാജ്യമാണ്. നാറ്റോ രാജ്യമായ തുർക്കി ബംഗ്ലാദേശിൽ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. തുർക്കി പ്രതിരോധ വ്യവസായി എക്സിക്യൂട്ടീവ് ജൂലൈ 8-ന് ബംഗ്ലാദേശിലെത്തുകയും യുനെസുമായി ചർച്ച നടത്തുകയും ചെയ്യും എന്നാണ് പുറത്തുവരുന്ന വിവരം. ഹസീനയുടെ കാലത്ത് 7 അയലത്തെ തുർക്കിയെ ബംഗ്ലാദേശ് അടുപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തുർക്കിയുമായി അടുത്ത ബന്ധമാണ്. അതിന് പ്രധാന കാരണം ബംഗ്ലാദേശിന് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളോടും അവരുടെ ആയുധങ്ങളോടും വലിയ മതിപ്പില്ല. അതുകൊണ്ട് തന്നെ ഉറച്ച ഒരു പങ്കാളി, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയായിട്ടാണ് തുർക്കിയെ കാണുന്നത്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്ന് ചിറ്റഗോങ്ങിൽ, അതായത് ഇന്ത്യൻ അതിർത്തി ഉള്ള ബംഗ്ലാദേശിന്റെ പ്രദേശമാണ് ചിറ്റഗോങ്. ചിറ്റഗോങ്ങിലും ഒന്ന് നാരായൺഗഞ്ചിലും, അതും ഇന്ത്യൻ ബോർഡർ തന്നെയാണ്, ഈ നാരായൺഗഞ്ചിലും സ്ഥാപിക്കാനാണ് തുർക്കി ഒരുങ്ങുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കുറച്ചുകൂടി രൂക്ഷമായ സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിനും പാകിസ്ഥാനും ചൈനയ്ക്കും അപ്പുറം തുർക്കി എന്ന് പറയുന്ന രാജ്യം കൂടി ഇന്ത്യയുടെ റഡാറിലേക്ക് എത്തുന്നു. നമുക്ക് അറിയാം, ഇന്ത്യ ആ ഒരു സംഘർഷം നടന്ന വേളയിൽ പാകിസ്ഥാൻ സൈനിക സഹായം നൽകിയ രാജ്യമാണ് തുർക്കി. അതിനവർ അനുഭവിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യൻ ജനത തന്നെ അവർക്ക് പണി കൊടുത്തതാണ്. ഈ അടുത്ത് തുർക്കിയുടെ അയൽ രാജ്യങ്ങളിൽ സൈപ്രസ് അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയും സുഖോയ് വിമാനങ്ങളും ബ്രഹ്മോസും നൽകാമെന്നുള്ള കരാറിന്റെ വക്കോളം എത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലേക്ക് തുർക്കി എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.